ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് നിർണായക ദിനമാണ്. തൊണ്ടി മുതൽ എവിടെ എന്ന ചോദ്യം നിലനിൽക്കുന്നതിനിടയിൽ ഇന്ന് ഗോവർദ്ധനിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരാൻ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കുന്നുണ്ട് മുന്നണികൾ. എന്താണ് തെക്കൻ കേരളം കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ? പ്രതീക്ഷ അർജിത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITക്ക് ഇന്ന് നിർണായകമായ ദിവസമാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ ഫലം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം ഇന്ന് വന്നേക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പ്രധാനമായും ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ തിരിമറി നടത്തിയിട്ടുണ്ടോ, ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലാണ് ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. 2019 അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി മറിച്ച് വിറ്റു എന്നുള്ളൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അതിന് പിന്നാലെയാണ് രാജ്യാന്തര വിഗ്രഹക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നേരത്തെ SIT നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഒപ്പം ഈ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവുമാണ് ഏറെ നിർണായകമാകുന്നത്. ഈ ഇവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ പിന്നീട് മറിച്ച് വിറ്റ് പകരം പുതിയ പാളി എത്തിച്ചെന്നുള്ള ആരോപണങ്ങൾ, പരാതികളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി പുറത്തു വരുന്നത്. ഈ ഫലം പുറത്തു വരുന്നതോട് കൂടി തന്നെ ഈ ആരോപണങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. ഏതെങ്കിലും തരത്തിൽ തിരിമറി നടത്തിയിട്ടുണ്ടോ, തിരികെ സന്നിധാനത്തെത്തിച്ചത് യഥാർത്ഥ സ്വർണ്ണപ്പാളിയാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഈ ഫലം വരുന്നതോടുകൂടി വ്യക്തത വരുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ കേസിലെ പ്രതിയായ ജയശ്രീയെ ഇന്ന് SIT സംഘം ചോദ്യം ചെയ്യുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ സുപ്രീം കോടതി ജയശ്രീക്ക് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്ത് വിട്ടയക്കാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. മറ്റൊന്ന്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചകളിലേക്ക് മുന്നണികൾ കടന്നിട്ടുണ്ട്. CPIയുടെ നേതൃയോഗം ഇന്നും നാളെയുമായി നടക്കുന്നുണ്ട്. പ്രധാനമായും സ്ഥാനാർത്ഥി ചർച്ചകളായിരിക്കും CPI നടത്തുന്നത്. മന്ത്രിമാർക്കുൾപ്പെടെ ഇളവ് നൽകിക്കൊണ്ട് മന്ത്രിമാരെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള ആലോചനയാണ് CPIക്കുള്ളത്. ഒപ്പം 25 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ ചർച്ചകളും ഇന്ന് CPI നടത്തും. ഒപ്പം നാളെ ഇടതുമുന്നണി യോഗം നടക്കുന്നുണ്ട്. ഘടകകക്ഷികൾ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവലോകന റിപ്പോർട്ടുകൾ ഈ ഇടതുമുന്നണി യോഗത്തിൽ അവതരിപ്പിക്കും. CPI ഉൾപ്പെടെ ഈ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്നുള്ള ഒരു പരാതി, വിമർശനം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന ഈ ഇടതുമുന്നണി യോഗത്തിൽ ഈ ഘടകകക്ഷികൾ നിലപാട് അറിയിക്കും. ഒപ്പം ഈ തിരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി സ്വീകരിക്കേണ്ട കർമ്മപരിപാടികൾ ഉൾപ്പെടെ നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.